അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ഏതായാലും ചോറ് തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത് കഴിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് നെയ്ച്ചോറ്, പൊറോട്ട, ഇത് രണ്ടാണ് കൂടുതൽ ഉച്ചയ്ക്ക് കഴിക്കാൻ. അല്ലെങ്കിൽ ബിരിയാണി, അത് ഇടയ്ക്ക് ഒരു രസമാണ്. അപ്പം അമ്മയ്ക്കും അതെ, അമ്മയ്ക്ക് പിന്നെ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ കഴിക്കില്ല, പക്ഷേ പൊറോട്ട ഇഷ്ടമാണ്. ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ പൊറോട്ടയാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ. അത് പിന്നെ ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ്, അങ്ങനെയാണ്. പിന്നെ നല്ല മിക്സ് വെജിറ്റബിൾ മസാലക്കറി, വെജിറ്റബിളാണ്. അപ്പോൾ അത് ഇന്ന് ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം. ഇന്നൊരു വെറൈറ്റി ഉച്ചഭക്ഷണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മളെ യൂസ് വിത്ത് രാഹുൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോയാ ചങ്ക് ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചത്. പിന്നെ ഇതാ ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക് ഉണ്ട്, കിഴങ്ങുണ്ട്, ഉള്ളി, തക്കാളി എല്ലാം ഉണ്ട്. അപ്പോൾ ഇതുണ്ട് മാറ്റി ഇവിടെ വെക്കാം നമുക്ക്. ഇത് വെള്ളത്തിൽ കുതിർന്ന് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതാ ഓരോന്നും അതിലേക്കുള്ള കഷ്ണങ്ങൾ കറി വയ്ക്കാനുള്ളത് അതൊക്കെ ഒന്ന് ഓരോന്നൊക്കെ ഒന്ന് നേരാക്കി എടുക്കാം. ഇപ്പോൾ എന്ന് വെച്ചാൽ കിഴങ്ങ് തോല് ചെത്താം, ഇനി മറ്റുള്ളതൊക്കെ ഉണ്ട്. ഇപ്പം ഏതായാലും നമ്മളൊരു മസാലക്കറിയാണ്. മസാലക്കറി നമ്മളെന്താ വെച്ചാൽ ഇന്ന് നമുക്ക് ഊണ് അല്ല, ഉച്ചയ്ക്ക് നമ്മൾ പൊറോട്ടയാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയാണ്. അതിലേക്കാണ് ഇപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത്. ചോറിന് ഈ കറി അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കലില്ല, ചോറിനല്ല ഉണ്ടാക്കൽ. ഇത് നല്ലതും അങ്ങനെ തന്നെയാണ്. ചപ്പാത്തി, പൊറോട്ട, പിന്നെ നെയ്ച്ചോറിനും പറ്റും. പിന്നെ പൊറോട്ട ആക്കിയെന്ന് മാത്രം. അപ്പോൾ ഇതാ ഒക്കെ കഴുകി ഇവിടെ വെച്ചു. തോലത്തിലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നുറുക്കലാണ്. ഓരോന്നും നുറുക്കി അങ്ങനെ വയ്ക്കാം. പൊറോട്ട പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പാർസൽ കൊണ്ടുവരികയാണ്. ഇത് പിന്നെ വഴറ്റി സാധാരണ പോലെ തന്നെ അങ്ങനെ വഴറ്റിയിട്ട് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചമുളക് ഇതൊക്കെ ഈ ഒരു പാത്രത്തിലിരുന്നോട്ടെ. ഒന്നിച്ച് ഉള്ളി, ഇതിൽ പിന്നെ ഈ കഷ്ണങ്ങൾ എല്ലാം ഉണ്ട്. നമ്മൾ ഒരു മിക്സ് വെജിറ്റബിൾ കറിയല്ല, അപ്പോൾ പിന്നെ അത് ഒക്കെ ഒന്ന് നുറുക്കി ഒക്കെ ആയി വരുമ്പോൾ തന്നെ ഉണ്ട്, കുറേ പണിയുണ്ട്. ഇതന്നെ എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ സാമ്പാറിനോ അവിയലിനൊക്കെ നുറുക്കുന്ന പോലെ തന്നെയാണിത്. പക്ഷേ ഈ കഷ്ണങ്ങളൊക്കെ നല്ല രസമാണ് നിങ്ങളുടെ ആ ഒരു മസാലക്കറിക്ക്. ഈ കഷ്ണങ്ങളൊക്കെ ഒന്നിച്ച് അങ്ങനെ തന്നെ ഈ ഒരു പാത്രത്തിലാണ്. വഴറ്റാനുള്ള ആദ്യത്തെ ആണ് നമ്മൾ വേറെ പാത്രത്തിലാക്കിയത്. തക്കാളി, അതുപോലെ ഉള്ളി, പച്ചമുളകൊക്കെ. ബീൻസും നല്ലൊരു ചേരുവണി മസാലക്കറിയിൽ. അപ്പോൾ കഷ്ണങ്ങൾ ഒക്കെ ഇവിടെ റെഡിയായി നുറുക്കിയത്. അപ്പോൾ ഇതാ പാത്രത്തിൽ വെളിച്ചെണ്ണ അതൊഴിക്കാം. ഇനി ഇതാ നമുക്ക് അത് ചൂടായ ശേഷം ഉള്ളി, പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാനുള്ളതാണ്. പിന്നെ ഇതാ നമുക്ക് തക്കാളി നുറുക്കിയത് അത് ചേർക്കാം. ഇനി അതിലേക്ക് മുളക് പൊടി ഒക്കെ ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി കുറച്ചും കൂടി ഒന്നാണ് ചേർക്കാം. ഇനി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഇപ്പോൾ അത് നമുക്ക് ഈ കഷ്ണങ്ങൾ, മറ്റ് കഷ്ണങ്ങളെല്ലാം അതിൽ ഒന്നിച്ച് തന്നെയാണ് ചേർക്കാം. ഇപ്പോൾ കഷ്ണം വെന്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ പകുതിയായി മാറിയില്ലേ. പിന്നെ ഇതാ ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഉപ്പും. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇടയ്ക്കൊന്നെടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. വേണ്ട, ഇനിയിപ്പോൾ നമ്മൾ
നേരെ എടുക്കുകയാണിത്. അപ്പോൾ നല്ല പോലെ തന്നെ വെന്ത് പാകത്തിനായി. ഇനി നമ്മൾ അതിലേക്ക് തേങ്ങ മാത്രം അരച്ചത് അതിൽ ചേർക്കുകയാണ്. അപ്പോൾ നല്ല പോലെ വെന്ത് ഒക്കെ എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. നല്ല വറ്റിയല്ലോ, അതിലേക്ക് നല്ല പിടിക്കും. ഇനി കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന അത് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ്, പക്ഷേ നല്ല രസം തന്നെയാണ് ഈ കറി, പ്രത്യേകിച്ച് പൊറോട്ട ചപ്പാത്തിക്കൊക്കെ. നമ്മൾ പൂച്ച അവിടെ ഉണ്ട്. ഉച്ചയ്ക്ക് കഞ്ഞിയും ചോറുമാണ്, അല്ലാണ്ട് കഞ്ഞിയും ചോറും മറ്റേ ചക്കയും കഞ്ഞി എന്ന പണ്ടത്തെ കാലൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയാണ്. അല്ലാതെ പൊറാട്ട ഈ വക സാധനങ്ങളൊന്ന് ദുർലഭം കുറവാണ്. വൈകുന്നേരത്തിനാണ് പിട്ട് പൊറാട്ട ഒക്കെ ഇതൊക്കെ വൈകുന്നേരമാണ് കഴിച്ചത്, ഉച്ചയ്ക്കൊന്നുമില്ല. ഉച്ചയ്ക്കൊക്കെ പണ്ടും ചക്കയും കഞ്ഞിയാണ് ചക്കക്കാലത്ത്, പിന്നെ ചോറും കൂട്ടാനൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് നെയ്ച്ചോറ്, പിന്നെ ബിരിയാണിയൊക്കെ ആണ് ഉള്ളത്. അപ്പോൾ ഇതാ പൊറോട്ട ഇത് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ നമ്മളിതാ കറിവട ഉണ്ട്, അമ്മയ്ക്ക് കൊടുക്കാം. നമുക്ക് പിന്നെ ഒരു പൊറോട്ട അത് മതി. കാരണം വെച്ചാൽ പൊറോട്ട അങ്ങനെ അധികം കഴിക്കില്ല അമ്മയ്ക്ക് ഇഷ്ടമാണ്, പക്ഷേ ഒന്നൊക്കെ തന്നെ. നല്ല കറിയാണ്, പൊറോട്ടയ്ക്ക് പറ്റിയതാണ്, ചപ്പാത്തിക്ക് നെയ്ച്ചോറിനൊക്കെ പറ്റും. ഏതായാലും ഊണിന് പകരം പൊറോട്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.